ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര വലിയ രീതിയിലൊന്നുമില്ല, എന്നാലും ചെറിയൊരു രീതിയിൽ ഒരു ചെറിയ സ്കിൻ കെയർ റൊട്ടീൻ. എനിക്ക് തോന്നുന്നു മുന്നത്തെ എൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ സ്ക്രീൻ സൈഡിൽ കൊടുത്തേക്കാം. പണ്ട്, അതായത് ഒരു 4-5 വർഷം മുന്നേ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്തില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് പൗഡർ പോലും യൂസ് ചെയ്തില്ലായിരുന്നു. ഞാൻ പൗഡറൊക്കെ ഇങ്ങനെ കയ്യിൽ കുറച്ച് തട്ടും, ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിക്കളയും, എന്നിങ്ങനെ ഫേസിൽ ഇട്ടിട്ട് പോകും, എന്നിട്ട് ഒരു പൊട്ടം വയ്ക്കും. ഇത്രയുള്ളതിന് മുഖത്ത് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യില്ലായിരുന്നു. ഇങ്ങനത്തെ സൺസ്ക്രീമോ സിറമോ മോയ്സ്ചറൈസറോ അറ്റ്ലീസ്റ്റ് ഫേസ് വാഷ് പോലും ഞാൻ ഉപയോഗിക്കില്ലായിരുന്നു. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് സോപ്പാണ് അത് വെച്ചൊക്കെ തന്നെയാണ് ഞാൻ മുഖം കഴുകിക്കൊണ്ടിരുന്നത്. അപ്പം ഒരു 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ഒരേ പ്രോഡക്റ്റ് തന്നെ വെച്ചിട്ട് ഒരു സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്, ആദ്യം രാവിലെ ഫേസ് വാഷ് ചെയ്യും നന്നായിട്ട്. അത് യൂസ് ചെയ്യുന്ന ഒരു 3 ഫേസ് വാഷ് ഉണ്ട്. അത് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് 3 ഫേസ് വാഷാണ് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹിമാലയയുടെ ഫേസ് വാഷാണ്. നീം ഫേസ് വാഷ്, പിമ്പിൾ വെച്ചിട്ട് നീമും ടർമറിക്കും. നീമെന്ന് എനിക്ക് തോന്നുന്നു, നീം അത്യാവശ്യം വേപ്പില. ഞാൻ പണ്ട് മുഖത്ത് നിറയെ ഇങ്ങനെ പിമ്പിൾസ് വരുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് വേപ്പില വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിക്കും. ആ തിളപ്പിക്കുമ്പോൾ തന്നെ ഫേസ് ഞാൻ അതിലിങ്ങനെ കാണിച്ചു കൊടുക്കും, തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. അപ്പം അതിൻ്റെ ആ ഒരു വേപ്പർ ഇങ്ങനെ ഫേസ് തട്ടുന്ന സമയത്ത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഈ മുഖമെല്ലാം നമ്മുടെ പിമ്പിൾസ് എല്ലാം ഇങ്ങനെ താന്നു പോകും. അതുകൊണ്ട് നീം അത്യാവശ്യം ഇത് നോക്കൂടി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതെനിക്ക് ഉറപ്പുള്ള സാധനമാണ്. ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ നീമിൻ്റെ ഫേസ് വാഷാണ്, ഹിമാലയയുടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തത് ഹിമാലയയുടെ നാച്ചുറൽ ഗ്ലോ കേസർ കുങ്കുമപ്പൂ വരുന്നത്. അത് ഞാൻ ജസ്റ്റ് ഇത് മേടിക്കാൻ പോയപ്പം ഇല്ലാത്തത് കൊണ്ട് ഇത് മേടിച്ചാണ്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ യൂസ് ചെയ്ത് വണ്ടി പോയപ്പോൾ അപ്പോൾ ഇത് യൂസ് ചെയ്ത് ഇത് ഉപയോഗിച്ചിട്ട് മാറ്റി ഇത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് 2 ദിവസം പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ട്. എനിക്കൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് മാറ്റി ഉപയോഗിച്ചാൽ ഞാൻ വേറൊരു ഫേസ് വാഷ്, അതായത് അന്ന് ഞാൻ പറയുന്നില്ല, വേറൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് പിമ്പിൾസ് വന്നുകൊണ്ടിരുന്നു. എത്ര ദിവസം ഉപയോഗിച്ചിട്ടും അത് പിമ്പിൾസ് ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരുന്നു. അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് ഒരു 2 ദിവസം ആ സമയത്ത് എനിക്ക് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇതും കുഴപ്പമില്ല. ഒരു ഇതിൽ എഴുതിയിരിക്കുന്ന കേസർ എക്സ്ട്രാക്ട് റിവീൽസ് യുവർ നാച്ചുറൽ ഗ്ലോ ഒക്കെ എഴുതിയിരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, എനിക്ക് ഇത് ഉപയോഗിച്ചിട്ടും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ ഒരു 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് ഉപയോഗിക്കുന്നത് ഈ ഗാർണിയറിൻ്റെ ഫേസ് വാഷാണ്. ബ്രൈറ്റ് കംപ്ലീറ്റ് വൈറ്റമിൻ സി വരുന്ന ഒരു ഫേസ് വാഷാണ്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് സ്യൂട്ടബിൾ ഓൾ സ്കിൻ ടൈപ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇതിന് വരുന്നത് 115 രൂപയാണ് ഈ ഫേസ് വാഷിന് വരുന്നത്. ഇതിന് വരുന്നത് 179 രൂപയാണ്. ഇത് 100 ml. ഇത് ചെറുതാണ് കേട്ടോ. ഇതിൻ്റെ ml 50 ഗ്രാമാണ്. 50 ഗ്രാം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് 100 ml. ഇത് വരുന്നത് 150 ml ആണ് ഇത് വരുന്നത്. അത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇതാണ് എൻ്റെ ഫേസ് വാഷ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഡെയിലി ഞാൻ ഈ 3-4 കാര്യങ്ങൾ, അതായത് ഫേസ് വാഷ് ഉപയോഗിക്കും, സിറം മോയ്സ്ചറൈസർ സൺസ്ക്രീൻ, ഇത് 4ഉം ഞാൻ സ്ഥിരമായിട്ട് രാവിലെ ഉപയോഗിക്കും. വൈകുന്നേരം ഉപയോഗിക്കാറില്ല. വൈകുന്നേരം ഉപയോഗിക്കാൻ തന്നെ വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുങ്കുമാതി ലേപ ഇടുന്നത്. അപ്പോൾ രാത്രി നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് കുങ്കുമാതി ലേപ ഇട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നൈറ്റ് ഇതൊന്നും ഉപയോഗിക്കില്ലായിരുന്നു. ഇതിന് മുന്നേ കുങ്കുമാതി ലേപ ഇടുന്നതിന് മുന്നേ ഞാൻ ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്തിട്ട് നമ്മുടെ ഡേം ഡോക്കിൻ്റെ നൈറ്റ് ക്രീമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് കുങ്കുമാതി ലേപ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന സിറം ഇത് കുറേ നാളുകൊണ്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. 3 വർഷം കൊണ്ടങ്ങണ്ട ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രോഡക്റ്റുകളൊന്നും ഞാൻ പ്രൊമോഷനൊന്നും ചെയ്യുന്നില്ല, അതിനുള്ള സമയമൊന്നും എനിക്കായിട്ടില്ല. പക്ഷേ ഞാൻ ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 2% കോജിക് ആസിഡ് ഫേസ് സിറം ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൽ 1% ആൽഫ ആർബറ്റനൊക്കെ ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഡാർക്ക് സ്പോട്ട് ഫെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഫോർ ഡാർക്ക് സ്പോട്ട് ആൻഡ് പിഗ്മെൻറ്റേഷൻ കറക്റ്റാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷനൊക്കെ കുറയും, ഡാർക്ക് സ്പോട്ടൊക്കെ കുറയും. എനിക്ക് നല്ല ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു.
അപ്പം അതെല്ലാം കുറഞ്ഞത് ഇതുണ്ട്. പക്ഷെ ഇത് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. 499 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 30 ml ആണ് വരുന്നത്. ഇതിൻ്റെ ചെറുതും ഉണ്ടെന്ന് തോന്നുന്നു, 10 ml ഉണ്ടെന്ന് തോന്നുന്നു. അത് 300 സംതിങ് എങ്ങാണ്ട് അല്ല 200 സംതിങ് എങ്ങാണ്ടെയാണ് ഇത് വരുന്നത്. ഇത് ഡെർമാക്കോൻ്റെ ആണ് കേട്ടോ, ഡെർമാക്കോൻ്റെ ആണ്. പക്ഷേ നല്ല സാധനമാണ്. റേറ്റ് കൂടുതലാണ്. ഇത് ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരാളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു 2 മാസത്തോളം ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു 3 to 5 ഡ്രോപ്സ് എടുത്തിട്ട് നന്നായിട്ട് ഇത് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല വാട്ടർ ഇതാണ് കേട്ടോ, സ്റ്റിക്കി ഒന്നുമല്ല, നല്ല വെള്ളം പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡെർമാക്കോയുടെ തന്നെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മാറ്റിയാണ് ഇതൊന്നും ഉപയോഗിച്ച് നോക്കിയത്. പക്ഷേ ഇത് ഉപയോഗിച്ചപ്പോഴും പിഗ്മെൻ്റ് ഒന്നും വന്നില്ല, മോക്കുരു ഒന്നും വന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അക്വാലോജിക്കയുടെ മോയ്സ്ചറൈസറാണ്. ഹൈഡ്രാജൽ മോയ്സ്ചറൈസർ, പപ്പായ പ്ലസ് വൈറ്റമിൻ സി, ബ്രൈറ്റൻ ആൻഡ് ഹൈഡ്രേറ്റ് എന്നാണ്. കറക്റ്റാണ്. പപ്പായ യൂസ് ചെയ്താൽ അറിയാമല്ലോ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയും. ഇതിൻ്റെ 200 ml ആണ്. ഇത് വരുന്നത് ഒരു ജെൽ കൺസിസ്റ്റൻസിയാണ്, ജെല്ല് പോലെയാണ്. പെട്ടെന്ന് അബ്സോർബ് ആവും. കട്ടി വരുന്ന സാധാരണ ജെല്ല് പോലെയാണ്. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉപയോഗിക്കുന്ന സൺസ്ക്രീമാണ്. ഇതും ഡെർമാക്കോയുടെ തന്നെ സൺസ്ക്രീമാണ് ഉപയോഗിക്കുന്നത്. SPF 50 ആണ് ഉള്ളത്. ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് നോർമൽ സ്കിൻ ടു ഓയിലി സ്കിൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഹൈലൂറോണിക് ആസിഡ്, വൈറ്റമിൻ സി ആണ് ഇതിലുള്ളത്. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ഒരു സ്മെല്ലും ഇല്ല ഇതിനും. Story called Everything's Peachy. Can we just skip straight to the plot twist, please? ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത, ഒട്ടും തന്നെ ഇതിന് വൈറ്റ് കാസ്റ്റ് ഇല്ല. ഞാൻ Life's all about balance, and real love takes practice. We know accidents happen, but my love's on purpose. Reciprocate the feeling, find peace beneath the surface. Everything's peachy, everything's peachy. Split personality, sometimes sour, sometimes sweet. And I'm not shining like story called Everything's Peachy. Can we just skip straight to the plot twist, please? ഡെർമാക്കോയുടെ പ്രോഡക്റ്റ് നല്ല റേറ്റ് ആണ്. ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ അവരുടെ സൈറ്റിൽ ഡെർമാക്കോന്ന് നെറ്റിലടിക്കുമ്പോഴത്തേനും അവിടെ ആദ്യം തന്നെ നമ്മുടെ വെബ്സൈറ്റാണ്. ചില സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു മാസത്തിലോ 2 മാസത്തിലോ ഒരിക്കലൊക്കെ അവർ ഓഫർ ഇടും. എപ്പോഴും ഓഫർ ഉണ്ടാവും, പക്ഷേ buy one get one ഓഫർ ഇടും. നോക്കുമ്പോൾ അറിയാം, നമ്മൾ ഒരിക്കൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ buy one get one ഒക്കെ വരുമ്പോൾ വാട്സപ്പിൽ എനിക്ക് വരാറുണ്ട്. ചെയ്യുമ്പോഴത്തേക്കും buy one get one വരും. അന്നേരം ഞാൻ ഒന്നാണ് ഈ പ്രോഡക്റ്റ് ഇതിപ്പോൾ 499, 240. അല്ലെങ്കിൽ അല്ലാണ്ട് ഓഫർ ഉണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ കാണാറുണ്ടാവും. നോക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ മേടിച്ചാലും മതി. അങ്ങനെയാണ് ഞാൻ ഈ 2 പ്രോഡക്റ്റും കൂടി മേടിക്കുന്നത്. പിന്നെ ഈ അക്വാലോജിക്ക് മേടിക്കാൻ നേരത്തും ഇതുപോലെ അവർ ഇതെല്ലാത്തിനും ഒരേ സമയമായിരിക്കും buy one get one ഓഫർ ഇടുന്നത്. ഡെർമാക്കോ ഇടുന്ന സമയത്ത് തന്നെ അക്വാലോജിക്ക ഇടും. അപ്പോൾ അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അക്വാലോജിക്കയുടെ മോയ്സ്ചറൈസറും മേടിക്കാം, അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും സാധനം മേടിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഞാൻ പെർഫ്യൂമിൻ്റെ വീഡിയോ ഇട്ടുന്നു. അപ്പോൾ അതിൽ ഒരു അക്വാലോജിക്കയുടെ
അത്രയേ ഉള്ളൂ.